ഹായ് ഓൾ, ഗ്ലാമൻ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് വൈറ്റ്ലയിലുള്ള ട്രൈബ് യൂണിസെക്സ് സലൂണിലാണ്. നമ്മളിന്ന് ഹെയർ സ്മൂത്തനിങ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഇത് പുതിയതായിട്ട് ഇനോഗ്രേറ്റ് ചെയ്ത ഷോപ്പാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഇനോഗ്രേഷൻ ഓഫേഴ്സ് നടക്കുന്നുണ്ട്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ, സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ്, കെരാറ്റിൻ എല്ലാത്തിനും ഓഫേഴ്സ് നടക്കുന്നുണ്ട്. കളറിങ്, ഹെയർ കളറിനൊക്കെ നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹെയർ ട്രീറ്റ് ചെയ്യുന്ന ആളുടെ അടുത്ത് നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ, എന്തോരം ലെങ്ത്ത് വേണം, ഫ്രിഞ്ചസ് ഇടണോ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇയാളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നേരെ ഹെയർ വാഷിന് പോവുകയാണ്. ഇത് ഹെയർ വാഷ് ചെയ്യുകയാണ് ഷാമ്പൂവും കണ്ടീഷണറും ഉപയോഗിച്ച്. മാട്രിക്സിൻ്റെ പ്രൊഡക്റ്റാണ് ഇവർ യൂസ് ചെയ്യുന്നത്, ലോറിയലും മാട്രിക്സും. ഇപ്പോൾ ഹെയർ വാഷ് ചെയ്തിട്ട് അവർ ടവൽ വെച്ച് ഡ്രൈ ആക്കിയിട്ട് ഇതാണ് നമ്മളുടെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾ. അപ്പോൾ ഈ പുള്ളിയോട് നമ്മൾ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ, ഓയിൽ തേക്കുന്നുണ്ടോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഡാൻഡ്രഫ് ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ പുള്ളി നമ്മളടുത്ത് ചോദിക്കും. അപ്പം നമ്മൾ അതിനനുസരിച്ച് പറയുക. അപ്പം അതിനനുസരിച്ച് പുള്ളി നമ്മുടെ ഫ്രണ്ടിൽ ഫ്രിഞ്ചസ് വെട്ടിയിടണോ അതോ ലെങ്ത് എത്ര വേണം, എല്ലാ കാര്യങ്ങളും ഈ പുള്ളി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. അപ്പം പുള്ളിയുടെ അടുത്ത് പറയുക. ഇത് സ്മൂത്തനിങ് ക്രീമാണ് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ ഹെയർ ഓരോ പാർട്ടീഷനായിട്ട് എടുത്തിട്ട് ക്രീം അപ്ലൈ ചെയ്യുകയാണ്. ഞാനിവിടെ റൂട്ട് മാത്രമാണ് ചെയ്യുന്നത്, കാരണം ഓൾറെഡി ഞാൻ ചെയ്തത് കൊണ്ട് സ്മൂത്തൻ ചെയ്ത ആ ഹെയറിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് റൂട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ വളരെ കോപ്പറേറ്റീവാണ്. അതേപോലെ തന്നെ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുകയും എല്ലാം ചെയ്യും. ഹെയർ സ്മൂത്തനിങ് ക്രീം ഇട്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 45 മിനിറ്റ്സോളം ഇത് നമ്മൾ നമ്മുടെ ഹെയറിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കും. ഒരു 45 മിനിറ്റ്സോളം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി പ്രോസസ്സിങ് ഒക്കെ നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഹെയർ സ്മൂത്തനിങ് ക്രീം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഹെയർ കളറും കൂടെ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം തന്നെ നമുക്ക് പറ്റില്ല ഹെയർ കളർ ചെയ്യാൻ. വേറെ ഒരു 4 ഡേയ്സ് കഴിഞ്ഞിട്ടേ ഹെയർ കളർ ചെയ്യാൻ പറ്റുള്ളൂ. ഹെയർ കളറിൻ്റെ ബുക്കാണ് ഞാൻ കാണിച്ചത്. അതിൽ നിങ്ങൾക്ക് ഏത് കളർ വേണേലും നമുക്ക് ചൂസ് ചെയ്യാം. എല്ലാ കളറും അവൈലബിൾ ആണ്. അത് ഈ ബുക്കിൽ കാണിച്ച എല്ലാ കളറും അവൈലബിൾ ആണ്. നമ്മുടെ ഹെയർ സ്മൂത്തനിങ് ക്രീമിൻ്റെ ഇതിൻ്റെ ഡ്രൈ ആയിട്ടുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പുള്ളി നോക്കുകയാണ്. 45 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്, ഹെയർ വാഷിന് വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഹെയർ വാഷ് ചെയ്യുകയാണ്. 45 മിനിറ്റ്സ് അത്രയും നേരം നമ്മൾ സ്മൂത്തനിങ് ക്രീം വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് വീണ്ടും ഹെയർ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഹെയർ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഹെയർ അയൺ ചെയ്യുക. അടുത്ത പ്രോസസ്സ് അയണിങ് ആണ്. ഹെയർ ഓരോ പാർട്ടീഷനായിട്ട് എടുത്തിട്ട് അയൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഹെയർ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ബാക്ക് പോർഷൻ ഓൾറെഡി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ ഫ്രണ്ടിലാണ് ചെയ്യുന്നത്. അയണിങ് ഒരു ഭയങ്കര ടൈം പ്രോസസ്സിങ് ആണ് അയൺ ചെയ്യുന്നത്. നല്ല രീതിയിൽ ഈ ഫ്രണ്ടിലത്തേക്ക് അവർ ഭയങ്കരമായിട്ട് കെയർ ചെയ്തിട്ടാണ് ഹെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വലിച്ചിങ്ങനെ പിടിക്കുകയൊന്നുമില്ല, നന്നായി ഹെയർ കെയർ ചെയ്യുന്നുണ്ട് ഇവർ. അങ്ങനെ അയണിങ് പ്രോസസ്സിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പാണ് ന്യൂട്രലൈസർ ക്രീം അപ്ലൈ ചെയ്യുകയാണ്. അതായത് സ്മൂത്തനിങ് ആണല്ലോ നമ്മുടെ, അതിപ്പം സ്മൂത്തൻ ആവാൻ വേണ്ടിയിട്ട് ന്യൂട്രലൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 15-20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അത് വാഷ് ഔട്ട് ചെയ്ത് കളയണം. അപ്പം നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂട്രലൈസിങ് ക്രീമാണ്. അങ്ങനെ ന്യൂട്രലൈസിങ് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. 15-20 മിനിറ്റ്സോളം ഇങ്ങനെ തന്നെ ഇരിക്കണം. വെയിറ്റിംഗ് ആണ് ഹെയർ വാഷിന് വേണ്ടിയിട്ട്. വീണ്ടും ഹെയർ വാഷ് ചെയ്യുകയാണ്. ന്യൂട്രലൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഹെയർ വാഷാണിത്.
ഹെയർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഹെയർ ഡ്രൈ ചെയ്യും. ഹെയർ ഇപ്പോൾ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെയർ ഫുള്ളായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം ഈ ഡ്രയർ വെച്ച് തന്നെ അതിൻ്റെ ഓരോ പോർഷൻ, ഹെയറിൻ്റെ ഓരോ പാർട്ടീഷനായിട്ട് എടുത്ത ഓരോ പോർഷനും വീണ്ടും ഡ്രയർ വെച്ച് തന്നെ നമ്മൾ സ്ട്രെയിറ്റൻ പോലെ ചെയ്യും. രണ്ടാമത് അയണിങ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നില്ല. ഹെയറിന് കൂടുതൽ ഡാമേജ് ആണല്ലോ അത്. അങ്ങനെ അതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ഓരോ പാർട്ടീഷനായിട്ട് എടുത്ത ഹെയർ ഇങ്ങനെ ഡ്രയർ വെച്ച് തന്നെ സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ സിറം കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് ഹെയർ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് അവർ. ഇവരുടെ ഈ ഒരു വർക്കിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് റെക്കമെൻഡ് ചെയ്യും. എല്ലാവരും ഇവിടെ വന്നൊന്ന് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം ഹെയർ കട്ടിന് വേണ്ടിയിട്ടെങ്കിലും ഇവിടെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നൈസ് സലൂൺ. കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.